ഹോപ്പ് യു ഓൾ ഗുഡ്. ഇന്ന് ഞങ്ങൾ ഇവിടെയുള്ള കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ പുതിയ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. എല്ലാം മാറ്റുന്നില്ല, കുറച്ച് സാധനങ്ങൾ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓഫ് ആയതുകൊണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാറ്റാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചുള്ളതാണ്. ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ പോയതിന് ശേഷം കാണിക്കാം. സീ യു. ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലായത്. ഞങ്ങൾ ഫ്ലാറ്റ് മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഷിഫ്റ്റിങ് വലിയൊരു ടാസ്ക് ആണെന്ന്. ഇന്ന് ഞങ്ങളത് ശരിക്കും അനുഭവിച്ചു. ഞങ്ങളൊരു 11-11:30ക്കാണ് എല്ലാം പ്രിപ്പയർ ആക്കി തുടങ്ങിയത്. എല്ലാം കൂടി 4 മണിയായി ഞങ്ങളെ പരിപാടികൾ കഴിഞ്ഞപ്പോഴേക്കും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തെടുത്തിട്ടില്ല. ഈ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ടും ഞങ്ങൾക്ക് ഇത്ര ടൈം എടുക്കേണ്ടി വന്നു ഇതൊന്ന് പാക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട്. അവിടെ പോയിട്ടും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളതുകൊണ്ട് അമ്മയും ഏടനും വന്നിട്ടില്ല. അവർ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കുക ചെയ്തത്. ഞാനും അജു മാത്രമാണ് പോയത്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഡ്രൈവ് കുറച്ചുണ്ട്. ഓൾമോസ്റ്റ് 35 മിനിറ്റ്സ് ഉണ്ട്. ട്രാഫിക് ഉണ്ടെങ്കിൽ അതിലും കൂടും. ഇതാണിനി നമ്മുടെ പുതിയ ബിൽഡിങ്. ഇനി ഇവിടെയാണ് നമ്മുടെ ലോകം. അജു ഈ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സാധനം അത് ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ ഡാമേജ് ആയിട്ടുണ്ട്. അതിനി റെഡി ആവും തോന്നുന്നില്ല. അതിൻ്റെ എന്തോ ഒരു സാധനം മിസ്സായിട്ടുണ്ട്. അത് കുറച്ച് നേരെ അതിൻ്റെ മേലെ പണിതുകൊണ്ടിരിക്കുന്നു. പക്ഷെ സെറ്റാവുന്നില്ല. ടി വി ഒക്കെ ജസ്റ്റ് കവറൊന്ന് ഓപ്പൺ ആക്കി വെച്ചതല്ല. ഞങ്ങൾ ഡാമേജ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഡാമേജ് ആകാൻ വഴിയില്ല. ആ ഒരു സാധനം മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ബെഡ് ഞങ്ങൾ അവിടുന്ന് പാർട്സ് ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്, ഷിഫ്റ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അജുവിന് പിന്നെ ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ അറിയാം. എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പിന്നെ ഞാൻ അജുവിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നിന്നെടുത്തു. ഇത് കാണുമ്പോൾ പെട്ടെന്ന് കഴിയുന്ന പ്രോസസ്സാണെന്ന് തോന്നുമെങ്കിലും ഞങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടു ഇതൊന്ന് സെറ്റാക്കി വരാൻ. ഒരുപാട് സ്ക്രൂസ് ഉണ്ടായിരുന്നു. ടൈറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും നല്ല ടൈം എടുത്തു. ഈ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രൊഡക്റ്റൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് 3 ഇയർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഈ ഐക്കയുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഗുണം. ഇതിനൊന്നും ഒരു ഡാമേജും വന്നിട്ടില്ല. ഇതും ഞങ്ങൾ പാർട്സ് ആക്കി കൊണ്ടുപോയതിന് ശേഷം ഇവിടുന്ന് ഫിറ്റ് ചെയ്യുക ചെയ്തത്. ഈ ഫ്ലാറ്റ് എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് അട്രാക്റ്റ് ആയത് ഈ വ്യൂവിലാണ്. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. അവിടെ ബീച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂ ആണ്. ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇംപ്രസ്ഡ് ആയത്. അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടുത്ത ദിവസം കൊണ്ടുവരണം. ടൈമുണ്ട് ഞങ്ങൾക്ക് ഇവിടേക്ക് മാറാനായിട്ട്. അതുകൊണ്ട് പതിയെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഒറ്റയടിക്ക് കൊണ്ടുവന്ന് ഷിഫ്റ്റിങ് ഞങ്ങൾക്ക് പോസിബിളായിട്ടുള്ള കാര്യമല്ല. കുറച്ച് സാധനങ്ങൾ ഓഫുള്ള ദിവസങ്ങളിൽ ഇവിടെ കൊണ്ടുവെക്കാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ മതിയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഏടനും അമ്മയും വീട്ടിലാണ്. ഏടനും അമ്മേനെ ഒരു വഴിക്കാക്കി കാണും. ഞങ്ങൾ നല്ല ടൈം എടുത്തിട്ടുണ്ട് ഇവിടെ.
അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.